മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കിടെ UDF-ൽ അസ്വാരസ്യങ്ങൾ പുകയുകയാണ്. അനൂപ് ജേക്കബുമായി 2.5 വർഷം വീതം ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം വീതം വെക്കണമെന്ന മുന്നണി നിർദ്ദേശത്തിൽ മാണി സി കാപ്പന് കടുത്ത അതൃപ്തിയുണ്ട്. അതേസമയം 2 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. എന്നാൽ ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും നൽകാമെന്നാണ് കോൺഗ്രസിന്റെ വാദം. നാളെയും ഘടകകക്ഷികളുമായി ചർച്ച തുടരും. ഹരിമോഹൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഹരി, ഇന്ന് പകൽ മുഴുവനും നീണ്ട ഏറ്റവും നീളമേറിയ ചർച്ചകൾ തന്നെയാണ് ഉണ്ടായത്. അതിനുശേഷം ഘടകകക്ഷികൾക്ക് ഇപ്പം മുസ്ലിം ലീഗിനടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മന്ത്രിസ്ഥാനത്തിൽ ടേം വ്യവസ്ഥ എന്നതിൽ മാണി സി കാപ്പൻ ഉടക്കുകയാണോ? അത് തീർച്ചയായിട്ടും ആ മാരത്തൺ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഘടകകക്ഷികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നിർണായകമായത് ഈ 5 വർഷം തികച്ച അല്ലെങ്കിൽ ഫുൾ ടൈമായി മന്ത്രിസ്ഥാനം നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതാണ്. അതിൽ മാണി സി കാപ്പന് കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. അനൂപ് ജേക്കബുമായി 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടണം എന്നുള്ളൊരു വ്യവസ്ഥയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് മാണി സി കാപ്പന്റെ നിലപാട്. 2.5 വർഷം എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, അതിനകത്തുള്ളൊരു പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒറ്റ MLA ഉള്ള പാർട്ടിക്ക് തുല്യമായി തന്നെ അത്തരം ഈ ഫുൾ ടൈം എന്ന് പറയുന്ന വ്യവസ്ഥ നൽകണം. അത് 2.5 വർഷം ടൈം എന്നുള്ളത് CP ജോണിന് ബാധകമല്ല, പക്ഷേ തനിക്ക് ബാധകമാണ്, അനൂപ് ജേക്കബിന് ബാധകമാണ്. അത്തരം നീക്കങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയതിലുള്ള കടുത്ത അതൃപ്തിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇന്ന് ചർച്ച മാണി സി കാപ്പനുമായുള്ള ഇന്നത്തെ ചർച്ച പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ നാളെയും ഈ ചർച്ച തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ 2.5 വർഷം എന്നുള്ള ടൈം വ്യവസ്ഥ അനൂപ് ജേക്കബും അംഗീകരിക്കാൻ ഇടയില്ല. കാരണം മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കൂടിയാണ് അനൂപ് ജേക്കബ്. അതുകൊണ്ട് ഫുൾ ടൈം വ്യവസ്ഥ തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് അനൂപ് ജേക്കബും പറയുന്നത്. പക്ഷേ അനൂപുമായിട്ടുള്ള ചർച്ച ഇന്ന് ഒരുപക്ഷെ തുടരാനുള്ള സാധ്യത കൂടി നിലവിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നാളെ ആയിരിക്കും അതിന്റെ ബാക്കി ചർച്ച. ഇപ്പോൾ നിലവിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരിച്ച് കന്റോൺമെന്റ് ഹൗസിലേക്ക് മറ്റൊരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ തിരിച്ചു വന്നാൽ ആ ചർച്ച വീണ്ടും പുനരാരംഭിക്കും. ഇല്ലെങ്കിൽ നാളെ ആയിരിക്കും ആ ചർച്ച നടക്കുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മന്ത്രിസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്കവും ചർച്ചകളും തുടരുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിസ്ഥാനം എന്ന ആവശ്യമുണ്ട്. പക്ഷേ ചീഫ് വിപ്പ് പദവിയും ഒരു മന്ത്രിസ്ഥാനവും നൽകാമെന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ UDF പോകുന്നത്.